ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 19 അധ്യായം 16 വാക്യം. നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. പരദൂഷണക്കാരിയായ ഒരു സ്ത്രീ സമീപത്തുള്ള ദിനപത്രത്തിൻ്റെ ഓഫീസ് ഒരിക്കൽ സന്ദർശിച്ചു. പത്രത്തിൻ്റെ പ്രതികൾ അച്ചടിക്ക് ശേഷം സൂക്ഷിച്ചിരുന്ന മുറിയിലൂടെ അവർക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് അവർ ധരിച്ചിരുന്ന വെള്ള വസ്ത്രത്തിൽ അറിയാതെ പത്രത്തിലെ മഷി ഉണങ്ങാത്ത ചില ഭാഗങ്ങൾ പതിഞ്ഞു. ഓഫീസിൽ നിന്നും പുറത്തു വന്നവരെ കണ്ട ആളുകൾ കളിയാക്കി ചിരിച്ചു തുടങ്ങി. കാരണം അവരുടെ വസ്ത്രത്തിൻ്റെ പിൻഭാഗത്ത് വലിയ അക്ഷരത്തിൽ ഇന്നത്തെ വാർത്ത എന്ന് പതിഞ്ഞിരുന്നു. അവളുടെ സ്വഭാവം അറിയാവുന്ന ആളുകൾ ആ സ്ത്രീക്ക് ചേരുന്ന പേര് തന്നെയാണ് ഇതെന്ന് പറഞ്ഞു. ജിറാഫിൻ്റെ നാവിന് 18 ഇഞ്ച് നീളമുണ്ടെങ്കിലും അത് യാതൊരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ചെറിയ അവയവമായ നാവിന് ഒരു സ്വരപേടകത്തിൻ്റെ പിന്തുണയുണ്ട്. ദൈവം നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നിരിക്കുന്നത് തൻ്റെ നാമത്തെ ഉയർത്തുന്നതിനും മറ്റുള്ളവർക്ക് സന്തോഷവും ആശ്വാസവും ധൈര്യവും നൽകുന്നതിനുമാണ്. അത് പരദൂഷണത്തിനോ നുണ പറയുന്നതിനോ യോഗ്യമല്ലാതെ സംസാരിക്കുന്നതിനോ ഉപയോഗിക്കുവാൻ പാടില്ല. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ ചെറിയ അവയവമായ ഈ നാവ് കൊണ്ട് നാം ആരെയെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? യോഗ്യമായതും സത്യമായതും മാത്രം സംസാരിക്കുവാൻ ഓരോ ദിവസവും നാം ശ്രദ്ധിച്ചാൽ എത്രമാത്രം നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. അങ്ങനെയെങ്കിൽ ആ ചെറിയ അവയവം ഉപയോഗിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും സത്യം സംസാരിക്കുവാനും മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന വാക്കുകൾ ഉച്ചരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന കേൾവിയിലൂടെ നമ്മേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാവ് അടങ്ങാത്ത ദോഷവും മരണകരമായ വിഷം നിറഞ്ഞതെന്ന് വചനം പറയുമെങ്കിലും കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും വചനത്തെ മറന്നുകൊണ്ട് ഞങ്ങളുടെ നാവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുകയും ചെയ്തതായ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അരുതാത്തത് സംസാരിക്കുന്നതായ ഞങ്ങളുടെ പ്രവണതകൾ മാറ്റിക്കൊണ്ട് സത്യമായതും ഘനമായതും നീതിയായതും യോഗ്യമായതും മാത്രം സംസാരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.